കേരളത്തിൽ ഒരു ദൈവിക ശക്തിയുണ്ട്. ചിലർ അതിനെ ഭയപ്പെടുന്നു, ചിലർ അതിനെ ആരാധിക്കുന്നു. ആരാണ് ആ ശക്തി? അതാണ് പാളിക്കുട്ടിച്ചാത്തൻ. പാളിക്കുട്ടിച്ചാത്തൻ്റെ അത്ഭുത കഥ. കേരളത്തിലെ രഹസ്യദേവൻ പാളിക്കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ ഒരു ദൈവിക ചൈതന്യം. ചിലർ പറയുന്നു ശിവനുമായി ബന്ധപ്പെട്ട ശക്തി, ചിലർ പറയുന്നു തന്ത്രപരമായ ദൈവം. കുട്ടിച്ചാത്തൻ ഒരു സാധാരണ ദൈവമല്ല, വിശ്വാസപ്രകാരം അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. ആളുകൾ പറയുന്നത് വേഗത്തിൽ ഫലം നൽകുന്ന, ശത്രുനാശം നൽകുന്ന, സംരക്ഷണം നൽകുന്ന ദൈവം. ചിലർ പറയുന്നു ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ ഫലം കിട്ടുമെന്ന്. എന്നാൽ ഇതെല്ലാം വിശ്വാസങ്ങളുടെ ഭാഗമാണ്. കേരളത്തിലെ തെയ്യം, കാവ്, താന്ത്രിക ആരാധനകളിൽ കാണുന്ന ഒരു പ്രത്യേക ദൈവശക്തിയാണ് കുട്ടിച്ചാത്തൻ. കുട്ടി എന്ന് പറഞ്ഞാൽ ബാലരൂപം, ചാത്തൻ ആത്മീയ ശക്തി അഥവാ ദൈവശക്തി. കുട്ടിച്ചാത്തൻ ബാലരൂപത്തിലുള്ള ഒരു ശക്തി. ഇത് പ്രധാനമായും വടക്കൻ കേരളത്തിലെ കാവ് ആരാധനയിൽ, തെയ്യം സംസ്കാരത്തിൽ കാണപ്പെടുന്നു. അതിപ്രശസ്തമായ ഒരു വിശ്വാസ കഥ. ഇതൊരു വിശ്വാസ കഥയാണ്. കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ താന്ത്രികൻ ജീവിച്ചിരുന്നു. അദ്ദേഹം താന്ത്രിക ശക്തിയിലൂടെ ഒരു ബാലാത്മാവിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ആ ബാലാത്മാവ് അതീവ ബുദ്ധിമാനും വേഗതയുള്ളതുമായിരുന്നു. അദ്ദേഹം ചെയ്യാത്ത ജോലിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ തെറ്റു വന്നാൽ പോലും അതിക്രോധത്തോടെ പ്രതികരിക്കുന്നു എന്നാണ് വിശ്വാസം. കാലാക്രമേണ ആ ശക്തിയെ ദേവരൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുട്ടിച്ചാത്തൻ എന്ന ആരാധന രൂപപ്പെട്ടു വന്നതെന്ന് ചിലർ പറയുന്നു. മറ്റൊരു വിശ്വാസം, കുട്ടിച്ചാത്തൻ ശിവന്റെ ഗണങ്ങളിൽപ്പെട്ട ഒരാൾ. ആളുകൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ ഫലം കിട്ടുകയും സംരക്ഷണം ലഭിക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നു കുട്ടിച്ചാത്തൻ എന്നാണ്. ഇത് ഒരു പരമ്പരാഗത വിശ്വാസവും ആരാധനയുമാണ്, കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം. കുട്ടിച്ചാത്തൻ ഒരു ദോഷശക്തി അല്ല, കേരളത്തിലെ പരമ്പരാഗത ആരാധനയുടെ ഒരു ഭാഗമാണ്. പാളിക്കുട്ടിച്ചാത്തനെ കുറിച്ചുള്ള കഥകളും വിശ്വാസങ്ങളും ഇന്നും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു. ഇത് ഒരു ഭയത്തിന്റെ കഥയോ അതോ ഒരു ശക്തിയുടെ ആരാധനയോ, അത് നിങ്ങൾ തീരുമാനിക്കും.